ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡബിൾ ഇൻ്റഗ്രേഷന് അതേപോലെ തന്നെ ഡിഫറൻസിയേഷന് മുതലായിട്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു ചാപ്റ്റർ തുടങ്ങാവൂ. കാരണം ഈ ഒരു ചാപ്റ്ററിന്റെ ബേസിക് ഡിഫറൻസിയേഷനും അതേപോലെ തന്നെ ഇൻ്റഗ്രേഷനാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഹെഡിങ് ഇതാണ്. ഈ ഒരു മൊഡ്യൂളിന്റെ ഹെഡിങ് ആണ് മൾട്ടിപ്പിൾ ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഇതുവരെ നമ്മൾ സിംഗിൾ ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ ആയിരുന്നു ചെയ്തിരുന്നത്. ഇതെന്താണ് മൾട്ടിപ്പിൾ ഇൻ്റഗ്രേഷൻ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ആ ഒരു മൊഡ്യൂളിലുള്ള ഫസ്റ്റത്തെ ഹെഡിങ് ആണെന്ത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ റെക്ടാങ്കുലർ റീജിയൻ. ഓക്കെ, ആ ടേം ശ്രദ്ധിച്ചു നിങ്ങൾ. ഓവർ റെക്ടാങ്കുലർ റീജിയൻ ആണ്. ഇതിന്റെ വേറെ പേര് പറയുന്നത് റെയ്മാൻ സം എന്നാണ് കേട്ടോ. റെയ്മാൻ. ഓക്കെ, അപ്പോൾ റെക്ടാങ്കുലർ റീജിയൻ നമ്മൾ ഇതുവരെ ഇൻ്റഗ്രേഷൻ നമ്മൾ എവിടെയൊക്കെയാണ് ചെയ്തിരുന്നത്? ആദ്യം നമ്മളൊരു ഗ്രാഫ് വരക്കും, വൈ ആക്സിസ് വരക്കും, പിന്നെ എക്സ് ആക്സിസ് വരക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു കർവ് വരക്കും. അപ്പൊ അത് കർവ് ആയിരുന്നു. ഇവിടെ എത്തിയപ്പോൾ എന്തായിട്ടുണ്ട്? റെക്ടാങ്കുലർ റീജിയൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ചു തരാം. അതായത് 2 ഡയമെൻഷനിൽ നിന്ന് 3 ഡയമെൻഷനിലേക്ക് ഒരു ട്രാൻസ്ഫോം ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, റെയ്മാൻ സം എന്താന്ന് എഴുതിയേക്കാം. ലെറ്റ് f be a function of 2 variables defined on a rectangle R and let p equal to രണ്ട് എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക, Rij, സെറ്റ് Rij എന്നാണ് പറയാ. be a rectangular partition of R. A Riemann sum of f over R with respect to WRT എന്നാണ് എഴുതിയത്. പാർട്ടീഷൻ P is the sum of the form. ഓക്കെ, എന്താണ് ആ ഫോമിന് എഴുതി തരാം. സിഗ്മ, ഈ കാര്യങ്ങളൊന്നും കണ്ടിട്ട് പേടിക്കണം, ഓരോന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. I equal to 1 to m ഫസ്റ്റത്തെ. രണ്ടാമത്തെ സിഗ്മ I equal to j to n. പിന്നെ f of x I j star y I j star into delta a. ഇതാണ് റെയ്മാൻ സം എന്ന് അറിയപ്പെടുന്നത്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. റെയ്മാൻ സം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെയാണ് എഴുതിയേണ്ടത്. ഓക്കെ, ഇതൊരു ബ്രാക്കറ്റിൽ ഇട്ടാൽ മതി. ഓക്കെ, ഇനി ഓരോ ടേമുകൾ ഞാൻ വിശദീകരിച്ചു തരാം. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ ആണ്. അതൊരു ഫംഗ്ഷൻ ആണ്. എങ്ങനത്തെ ഫംഗ്ഷൻ ആണ്? ഓഫ് 2 വേരിയബിൾസ്. എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ലെറ്റ് എഫ് ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇവിടെ ആണെങ്കിൽ കണ്ടിന്യൂസ് എഴുതിക്കൊള്ളി, കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓക്കെ, അങ്ങനെ എഴുതണം കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എഫ്. അതൊരു ഫംഗ്ഷന്റെ പേരാണ് എഫ് എന്നുള്ളത്. ഓക്കെ, ഓഫ് 2 വേരിയബിൾസ്. എഫിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനെന്തുണ്ട്? 2 വേരിയബിളുകൾ ഉണ്ട്. സാധാരണ നമ്മളൊരു ഫംഗ്ഷൻ നമ്മൾ നോട്ട് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് എന്നായിരുന്നു. ഇതിനൊരൊറ്റ വേരിയബിൾ ഉള്ളൂ, അതാണ് എക്സ്. ഓക്കെ, ഇങ്ങനെ ഒറ്റ വേരിയബിൾ ആകുമ്പോൾ നമ്മളൊരു കർവ് വരച്ചു നോക്കാം. ഞാൻ ചെറുതായിട്ടൊരു ഗ്രാഫ് പ്രത്യേകം വരക്കുന്നുണ്ട്. ഈ ഗ്രാഫ് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇപ്പൊ ആ ഗ്രാഫ് എടുക്കട്ടെ. ഓക്കെ, ഞാൻ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇത് നമ്മളെ എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഒരു പോയിന്റ്, ഇത് എക്സ് ആക്സിസ് ആണല്ലോ, ഈ എക്സ് തന്നെയാണ് കേട്ടോ. ഈ എക്സ് എന്താന്ന് ഞാൻ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ എന്ത് ചെയ്തു, ഇവിടെ കുറച്ച് പോയിന്റുകൾ ഇങ്ങനെ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ഈ പോയിന്റുകൾ വേരി ചെയ്യുന്നതനുസരിച്ച് ഈ ഇവിടുത്തെ പോയിന്റുകൾ എന്ത് ചെയ്യും, വേരി ചെയ്യും. അതാണ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ കൊടുക്കുമ്പോൾ, അതായത് നമ്മളിവിടെ വേരി ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ ആദ്യം 1 ആക്കി, പിന്നെ 2 ആക്കി, 3 ആക്കി, അങ്ങനെ നമ്മൾ മാറ്റി കളിക്കണേനെ ഇൻപുട്ട് എന്നാ പറയാം. അതായത് നമ്മളൊരു വാല്യൂസ് അങ്ങോട്ട് കൊടുക്കും, അതാണ് ഇൻപുട്ട്.
അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ ഉള്ള വാല്യൂസ് ഇങ്ങനെ മാറും. അതാണ് എന്ത്, സ്വാഭാവികമായിട്ടും എന്ത് പുട്ട്, ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ ഇൻപുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണെന്ന് മനസ്സിലായി. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, അതിന്റെ ഗ്രാഫ് എങ്ങനെയാ വരിക, ഇതാ ഇങ്ങനെയുള്ള യു ഷേപ്പുള്ള ഗ്രാഫാണ് വരിക. ഈ ഗ്രാഫ് എങ്ങനെയാണ് കിട്ടിയത്, ഈ എക്സിന് പകരം നമ്മൾ എന്താ ഇട്ട് കൊടുത്തത്, എക്സിന് പകരം 1 ഇട്ട് കൊടുത്താൽ 1 വരും. അപ്പൊ ഇവിടെ 1 ഇട്ട് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യും, ഈ y വാല്യൂമിലും 1. ഇങ്ങോട്ട് എന്ത് ചെയ്തു, രണ്ടും കൂടി പോയിന്റ് കിട്ടണം, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി 2 ഇട്ട് കൊടുത്താൽ ഇവിടെ 2 വരും, ഇവിടെ 4 ആണ് വരിക. അപ്പൊ അത് രണ്ടും കൂടി യോജിപ്പിച്ചിട്ടാണ് ഇവിടെ അടുത്ത പോയിന്റ് കിട്ടി. എന്നിട്ടാണ് നമ്മൾ യു ഷേപ്പിലുള്ള ഈ ഒരു പോയിന്റ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഓരോ 1, 2, 3 ഇതൊക്കെ നമ്മൾ ഇൻപുട്ട് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇൻപുട്ട് ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ആയിട്ട് 2, 4, പിന്നെ 3ന്റെ സ്ക്വയർ 9, അതേപോലെ 4ന്റെ സ്ക്വയർ 16. അങ്ങനെ എന്ത് ചെയ്യും, ആ ഗ്രാഫ് അങ്ങനെ പോകും. അങ്ങനെയാണ് ഈ ഗ്രാഫ് കിട്ടിയത്. അതാണ് ഫംഗ്ഷൻ. ഓക്കെ, അതാണ് നമ്മൾ എക്സിന് പകരമായിട്ട് ഇതിട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അതായത് ഒരു മില്ലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അരി പൊടിച്ചതല്ലേ, അരി. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ അരി അല്ലെങ്കിൽ മുളകൊക്കെ ഇടും, ഇവിടെ ആ ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ട് അതിന്റെ പൊടി കിട്ടും. സംഭവം അത്രേ ഉള്ളൂ. ഓക്കെ, അതാണ് എന്ത്, ഒരു ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് ഒറ്റ വേരിയബിളേ ഉള്ളൂ. എക്സ് എന്ന് പറഞ്ഞ ഒറ്റ വേരിയബിൾ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കണുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് എന്ത് ചെയ്തു, വേറെ വൈമലൊരു വേരിയബിൾ കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ എന്തുണ്ട്, 2 വേരിയബിൾസ് ഉണ്ട്. 2 വേരിയബിൾസിനെ സൂചിപ്പിക്കല് എഫ് ഓഫ് എക്സ് കോമ വൈ എന്നാണ്. ഇങ്ങനെയാണ് 2 വേരിയബിൾസിനെ സൂചിപ്പിക്കല്. ഇവിടെ നമ്മൾ ഒറ്റ വേരിയബിളിനെ സൂചിപ്പിച്ചപ്പോ നമ്മൾ നേരത്തെ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് വരക്കുന്നുണ്ട്, സ്കെയിലൊന്നും നിർത്തിയില്ല. നമ്മൾ ഗ്രാഫ് ഇങ്ങനെയുള്ള കർവുകളാണ് വരച്ചത്. ഓക്കെ, ഇതെന്താണ്, 2 ഡയമെൻഷനൽ ആയിട്ടുള്ള കർവുകളാണ്. കാരണം ഇവിടെ എക്സ് എന്ന് പറഞ്ഞ ഒറ്റൊരു കാര്യം മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്തിരുന്നുള്ളൂ. പക്ഷെ ഈ ഒരു സമയത്ത് എക്സും മാറ്റുന്നുണ്ട്, വൈയും മാറ്റുന്നുണ്ട്. എക്സ് മാത്രം മാറ്റിയപ്പോൾ 2 ഡയമെൻഷനൽ ആയിട്ടുള്ള പിക്ചർ ആണ് കിട്ടിയത് എങ്കിൽ, അല്ലെങ്കിൽ 2 ഡയമെൻഷനൽ ആയിട്ടുള്ള ഇതേപോലുള്ള കർവുകളാണ് കിട്ടിയതെങ്കിൽ 2 വേരിയബിൾസിനെ നമ്മൾ മാറ്റുമ്പോൾ 3 ഡയമെൻഷനൽ ആണ് കിട്ടുക. അങ്ങനെയാണ് ഞാൻ ഈ റെക്ടാങ്കിളിലേക്ക് കടന്നത്. ഈ റെക്ടാങ്കിൾ എന്താന്ന് ഞാൻ പറഞ്ഞത്, റെക്ടാങ്കിൾ അല്ല ക്യൂബ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അതാണ് എന്ത് 2 വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇവിടെ 2 വേരിയബിൾസ് എന്ന് പറയുന്നത് ഡിഫൈൻഡ് ഓൺ എ റെക്ടാങ്കിൾ. ആ ഒരു കാര്യം എന്തിനാണ്, ഈ ഒരു റെക്ടാങ്കിളുമലാണ്. ഇതൊരു റെക്ടാങ്കിൾ ആണ് കേട്ടോ, ഇത് റെക്ടാങ്കിൾ ആണ്. ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആണ്. ഈ ആക്സിസ് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതെന്താണ്, ഈ ഒരു റെക്ടാങ്കിൾ ആണ് അവിടെ പറഞ്ഞത്. ഓക്കെ, ഇതാണ് ഡിഫൈൻഡ് ഓൺ എ റെക്ടാങ്കിൾ. ഈ ഒരു മുകളിലെ ഭാഗം അടിയത്തെ ക്യൂബായി, പക്ഷെ ഈ ഒരു ഭാഗം മാത്രമാണ് പറഞ്ഞത് ഇത് റെക്ടാങ്കിൾ. നമുക്ക് വേണമെങ്കിൽ R എന്ന് വിളിക്കാം. ഈ ഒരു റെക്ടാങ്കിളാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ let f be a function of 2 variables defined on a rectangle R and let p equal to Rij. p equal to Rij എന്ന് പറഞ്ഞു കഴിഞ്ഞാല് be a rectangle, ഫുള്ള് വായിച്ചുതരാം. be a rectangular partition of R എന്നാണ്. അതായത് ഈ പി എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഇതിന്റെ പാർട്ടീഷനുകളാണ്. നമ്മൾ നേരത്തെ ഇന്റഗ്രേഷൻ ചെയ്തപ്പോൾ ഇതിനെന്ത് ചെയ്തു, ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്ടുകളാക്കി ഞാൻ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. ആ സമയത്ത് നമുക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് റിസൾട്ട് ലഭിച്ചു. അതേപോലെ തന്നെ ഈ റെക്ടാങ്കിളുകളെയും കളർ മാറ്റാം. ഈ റെക്ടാങ്കിളുകളെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ പാർട്ടുകളാക്കാണ്. അപ്പൊ ഈ ഒരു പാർട്ടിനെ പറയുന്ന പേരാണെന്ത്, പി. ആ പി ആണ് ഈ കാണുന്നത്. ഈ ഐ ജെ എന്താന്ന് ഞാൻ എന്ത് ചെയ്യാ, പിന്നെ പറഞ്ഞുതരാം. അപ്പൊ അതാണ് പി. ഓക്കെ, ആ കാര്യം മനസ്സിലായല്ലോ. ബി റെക്ടാങ്കുലർ പാർട്ടീഷൻ ഓഫ് ആർ. എ റൈമാൻ സം ഓഫ് എഫ് ഓവർ ആർ വിത്ത് റെസ്പെക്ട് ടു പാർട്ടീഷൻ പി ഈസ് ദ സം ഓഫ് ദി ഫോർ. ഓക്കെ, അതടക്കട്ടെ. നിങ്ങളുടെ എന്ത് ഈ ഇക്വേഷൻ ആണ് വരുന്നത്. അതായത് നമ്മൾ ശരിക്കും ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാല് ഈ ഒരു ക്യൂബിന്റെ വോളിയം കണ്ടുപിടിക്കുകയാണ്. നേരത്തെ 1 ഡയമെൻഷൻ ആയിരുന്നു, അതുകൊണ്ട് ഏരിയ കണ്ടുപിടിച്ചാൽ മതി. 2 ഡയമെൻഷൻ ആകുമ്പോൾ ലെങ്ത് വരും, ബ്രെഡ്ത്ത് വരും, ഹൈറ്റ് വരും. 1 ഡയമെൻഷൻ ആകുമ്പോൾ ലെങ്ത് മാത്രം. 2 ഡയമെൻഷൻ ആണെങ്കിൽ ലെങ്ത്തും വരും, ബ്രെഡ്ത്തും വരും. 3 ഡയമെൻഷൻ ആണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും വരും. അങ്ങനെയാണ് 3 ഡയമെൻഷൻ ആയിട്ട് ഒരു പിക്ചർ വരുന്നത് നമുക്ക്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാണ്, 2 ഡയമെൻഷൻ ആകുമ്പോൾ നമുക്ക് ഏരിയ മാത്രം കണ്ടുപിടിക്കാൻ ഉള്ളായിരുന്നു. പക്ഷെ അതെന്താണ്, ഒരു പരന്നൊരു സർഫസ് ആയിരുന്നു. അടിക്ക് മുകൾക്കുള്ള ഹൈറ്റ് ഇല്ലാത്ത പരന്നൊരു സർഫസ്, ഒരു പേപ്പർ പോലെ.
ഇങ്ങനെ കിടക്കായിരുന്നു. പക്ഷെ ഈ ഒരു സമയം ഹൈറ്റും കൂടി കൺസിഡർ ചെയ്തപ്പോൾ നമ്മൾ ആദ്യം എക്സും വൈയും നമ്മൾ എന്ത് ചെയ്തു, നേരെ ഇങ്ങനെ വെച്ചത്. ഞാൻ ഈ വൈനെ പിടിച്ച് അപ്പുറത്തേക്കാണ് കടത്തി, കണ്ടോ, ഇങ്ങനെ വൈനെ പിടിച്ച് അപ്പുറത്തേക്ക് കടത്തി. അങ്ങനെ ഈ വൈ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കണം അവിടെ. അപ്പൊ എന്ത് ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു, ഞാൻ ഈ ഒരു ഇവിടെ റെക്ടാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാഫിൽ ഞാൻ റെക്ടാങ്കിൾ വരച്ചിട്ട്, റെക്ടാങ്കിൾ മാത്രമേ നമ്മൾ മുകളിൽ നോക്കിയാൽ അതിന്റെ റെക്ടാങ്കിൾ മാത്രമേ കാണുള്ളൂ. ഒന്ന് ഗ്രാഫിന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ ഒരു ക്യൂബിനെ കാണാൻ പറ്റും. ഞാൻ ഒന്ന് ജസ്റ്റ് ഒരു ബോക്സ് എടുത്തിട്ട് പറഞ്ഞുതരാം. ഇതാ ഇത് നോക്കി, ഇതിപ്പോ ഇങ്ങനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇത് ക്യാമറ നേരെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഗ്രാഫിന്റെ എന്താണ് വൈ ആക്സിസ് ഇത്, എക്സ് ആക്സിസ് ഇത്. ഞാൻ നേരെ ഇങ്ങനെ കടത്തി വെച്ചു. അപ്പൊ ഇവിടെ ഒരു ആക്സിസും കൂടി ഉണ്ട്. ഈ ഒരു ആക്സിസ് ആണ് എന്ത്, സെഡ് ആക്സിസ്. ഇപ്പോഴാണ് നമുക്ക് ഇതിനൊരു ഉയരം വന്നത്. ഇതുവരെ ഇതിനെന്തായിരുന്നു, നീളവും അതേപോലെ തന്നെ വീതിയായിരുന്നു. നമ്മൾ ഗ്രാഫിന് ഇങ്ങനെ വെച്ചപ്പോൾ ഇതിനൊരു ഉയരമാണ് വന്നു. ഓക്കെ, നമ്മളെ ഈ ഒരു സാധാരണ റിയൽ വേൾഡിൽ അധികം 3 ഡയമെൻഷനൽ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളാണ് ഉള്ളത്. ഓക്കെ, 4 ഡയമെൻഷൻ വേറെ ഉണ്ട്, അത് ഞാൻ ഫിസിക്സിന്റെ ക്ലാസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ മാത്സ് നമ്മൾ 3 ഡയമെൻഷൻ അല്ലെങ്കിൽ മാത്സിന്റെ ക്ലാസ്സിന് പറയാനുണ്ടാവും, നമുക്ക് അവസരം കിട്ടുമ്പോൾ പറയാം. ഓക്കെ, അപ്പൊ എക്സ് അതേപോലെ തന്നെ വൈ സെഡ്. അപ്പോ അങ്ങനെയുള്ള റിയൽ ആക്സിസ് ആണെന്ത്, സെഡ്. ഇങ്ങനെയുള്ള ഈ റെക്ടാങ്കിളിന്റെ ഈ ഏരിയ വെച്ചിട്ട് ഇതിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. അങ്ങനെ വോളിയം കണ്ടുപിടിക്കുന്നതിനെയാണ് റെയ്മാൻ സം എന്ന് പറയുന്നത്. റെയ്മാൻ സം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാണ് നമ്മൾ നേരത്തെ ഏരിയ കണ്ടുപിടിക്കുക, അത് ഇന്റഗ്രേഷൻ ആയിരുന്നു. ഇത് റെയ്മാൻ സം. ഈ റെയ്മാൻ സമ്മിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മൾ നേരത്തെ ഫസ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് റെക്ടാങ്കിളുകളാക്കി. അപ്പൊ നമുക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടൂല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പിന്നെ എപ്പോഴാണ് വന്നത് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ, ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ സംഭവം കണ്ടുപിടിച്ചപ്പോഴാണ് എന്ത് ചെയ്തത്, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യം വന്നത്. ഇവിടെയും ഇപ്പൊ നമ്മൾ ഫസ്റ്റത്തെ കേസ് തന്നെയാണ് നിൽക്കുന്നത്. നമ്മളിപ്പോഴും ഇതിനെ പാർട്ടീഷൻ ആക്കി കൊണ്ടുവെക്കാണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഈ വോളിയത്തിനൊന്നും എന്തുണ്ടാവില്ല, ആക്യുറേറ്റ് ആയിട്ടുള്ളത് അടിയിക്കുണ്ട് കേട്ടോ. ഈ പാർട്ടീഷനുകളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അടിക്ക് വേണമെങ്കിൽ വരക്കാം. 3 ഡയമെൻഷനിൽ ആണല്ലോ. അപ്പൊ ഹൈറ്റും കൂടി ഉണ്ടാവും, അടിക്ക് പോവാം, സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യാം, അടിക്ക് പോകാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വോളിയാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, ഇനി ഇവിടെ എഫ് ഓഫ് എക്സ് ഐ ജെ സ്റ്റാർ കോമ വൈ ഐ ജെ സ്റ്റാർ. ഇനി നമ്മൾ വോളിയം കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. ശരിക്കും വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ, ഒരു ക്യൂബിന്റെ വോളിയത്തിന്റെ ഇക്വേഷന് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അതല്ലേ വോളിയത്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് ഐ, ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഒരു കാര്യം കൂടി പറയാണ്ടേ, ഇതിപ്പോ ഞാൻ ക്യൂബ് ചെറുതാക്കി ഒന്ന് വരക്കുന്നുണ്ട്. ഇതാ ഈ ഒരു ക്യൂബ്, ഈ ഒരു ക്യൂബിന്റെ ലെങ്ത് ഇത്, ബ്രെഡ്ത്ത് ഇത്. ഈ ലെങ്ത്തും ബ്രെഡ്ത്തും ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഏരിയ കിട്ടും. ഓക്കെ, ഈ ഏരിയനെ ഹൈറ്റ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ, ഇതാണല്ലോ ഇതിന്റെ ഹൈറ്റ്, ഹൈറ്റ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, വോളിയാണ് കിട്ടുക. ഓക്കെ, ഇത് വെച്ചിട്ടാണ്, ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇത് വെച്ചിട്ടാണ് ഇക്വേഷൻ വരുന്നത്. ഇതുണ്ടോ, ഈ എക്സ് ഐ ജെ സ്റ്റാർ കോമ വൈ ഐ ജെ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടീഷൻ, ഈ പാർട്ടീഷൻ ഇങ്ങനെ മാത്രമല്ല കേട്ടോ ഡിവൈഡ് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയും ഡിവൈഡ് ചെയ്യാം. ചെയ്തൂടെ, ഇങ്ങനെയും ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്തു, ഒരുപാട് റെക്ടാങ്കിളുകളായിട്ട് മാറി. കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ 1 2 3 4 5 അങ്ങനെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, 1 2 3 4 5 6 7 8 9 എന്ത് ചെയ്തിട്ടുണ്ട്, റെക്ടാങ്കിളുകളായിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്യൂബുകളാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പരന്ന കിടക്കുന്ന ഈ ഒരു മുകളിൽ കാണുന്ന ഈ ഒരു സർഫസിന്റെ അടിയിലുള്ള വോളിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ എവിടുന്ന പോകുന്നത്, എക്സ് ഐ ജെ സ്റ്റാർ എക്സ് ഐ ജെ സ്റ്റാർ കോമ വൈ ഐ ജെ സ്റ്റാർ എന്നാണ് ഞാൻ വന്നത്. ഇതിന്മേലുള്ള ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് എന്ത്, എക്സ് ഐ ജെ സ്റ്റാർ കോമ വൈ ഐ ജെ സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുള്ളൊരു പോയിന്റ് മാത്രമാണ് അല്ലെ. സാധാരണ നമ്മൾ പോയിന്റ് എങ്ങനെ പറയാം, ഈ ഒരു ഗ്രാഫാണ്, ഈ ഒരു പോയിന്റിന് അതിനൊരു എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ വൈ കോർഡിനേറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിനാണ് ഐ ജെ, ഐയും ജെയും എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ എന്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, എക്സ് സ്റ്റാറും വൈ സ്റ്റാറും മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ,
അപ്പൊ ഞാനിവിടെ പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ ഇപ്പൊ എന്താ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് എനിക്ക് ഇവിടുത്തെ ഹൈറ്റ് കിട്ടിയല്ലോ അല്ലെ. ഇവിടുന്ന് എത്രത്തോളം ദൂരം ഉണ്ട് എന്നാണല്ലോ ഇതിന്റെ വൈ ആക്സിസിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് കിട്ടിയപ്പോ ഈ ഒരു പോയിന്റ് ഇവിടുന്ന് ഒരു പോയിന്റ് കിട്ടിയപ്പോ ഇവിടുന്ന് ഇവിടേക്ക് എത്രത്തോളം ഹൈറ്റ് ഉണ്ട് നമുക്ക് മനസ്സിലായി. അത് ഈ ഫംഗ്ഷന്റെ ഉള്ളിലാണുള്ളത്, എഫിന്റെ ഉള്ളിലാണുള്ളത്. ഇൻറ്റു ഡെൽറ്റ എ. ഡെൽറ്റ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാണുന്ന ഈ ഒരു ചെറിയൊരു റെക്റ്റാങ്കിളിന്റെ ഏരിയയാണ്. ഇപ്പൊ എന്താ ആയത്? ഏരിയ ഇൻറ്റു ഹൈറ്റ് ആയില്ലേ. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഹൈറ്റ് എന്ന് വിളിച്ച, ഹൈറ്റ് അല്ലത് പോയിന്റ് ആണ്, ഹൈറ്റ് എന്ന് വിളിച്ചു കഴിഞ്ഞാല് കണ്ടോ ഡെൽറ്റ എ ഇൻറ്റു ഹൈറ്റ്. അപ്പൊ എന്തായി? ഈ ഒരു ക്യൂബിന്റെ അടിയിലുള്ള ഒറ്റ ക്യൂബിന്റെ അടിയിലുള്ള കേസാണ് മാത്രം പറയുന്നത് വോളിയായി, അതിന്റെ വോളിയായി. അതേപോലെ രണ്ടാമത്തെ വോളിയം, രണ്ടാമത്തേന്റെ എടുക്കുക, പോയിന്റ് കാണാം, അതേപോലെ തന്നെ ഡെൽറ്റയെ കണ്ടുപിടിക്കുക. അടുത്തതിന്റെ പോയിന്റ് കാണാം, ഡെൽറ്റയെ കണ്ടുപിടിക്കുക, പോയിന്റ് കാണാം, ഡെൽറ്റയെ കണ്ടുപിടിക്കുക. അതൊക്കെ പാടെ കൂട്ടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻറ്റയർ ക്യൂബിന്റെ വോളിയം കിട്ടൂലേ? കിട്ടണം. അങ്ങനെയാണ്, അതിനാണ് ഈ സിഗ്മ ഇട്ടത്. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെയുള്ള ക്വാണ്ടിറ്റീസിനെ ആഡ് ചെയ്ത് പോകുന്നതിനാണ് സിഗ്മ എന്ന് പറയുന്നത്. അത് എവിടുന്ന് മുതൽ തുടങ്ങും? 1 മുതൽ തുടങ്ങും. ഇത് ഒന്നാമത്തെ എന്താണ് ക്യൂബ്, അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു റെക്റ്റാങ്കിൾ. മുകളിൽ പറയുകയാണെങ്കിൽ റെക്റ്റാങ്കിൾ, അടിക്ക് വരികയാണെങ്കിൽ ക്യൂബ് ഒന്നാമത്തെ. അങ്ങനെ 1, 2, 3 എക്സ് ആക്സിസിൽ 1, 2, 3, 4, 5 എക്സെട്ര ടു എവിടെ വരെ? എം വരെ. അതാണ് ഈ സിഗ്മ i = 1 to m എന്ന് പറഞ്ഞത്. അതേപോലെ ആ സിഗ്മ മാത്രമല്ല ഉള്ളത്, ഇത് ഇങ്ങോട്ട് മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ഇവിടെ ക്യൂബ് ഉണ്ട്, അതേപോലെ അതിന്റെ തൊട്ടപ്പുറത്ത് ക്യൂബ് ഉണ്ട്. വൈ ആക്സിസ് കൂടി എന്ത് പോകുന്നുണ്ട്? ക്യൂബ് അപ്പുറത്ത് കൂടെ പോകുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് കൂടി ക്യൂബ് പോകുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് കൂടി ക്യൂബ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ 1, 2, 3 എക്സെട്ര ടു n വരെ. അപ്പൊ മനസ്സിലായി ഐ എന്താണ്, ജെ എന്താണ് എന്നുള്ളത് കാര്യം ഒന്നുകൂടി വ്യക്തമാക്കി. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും ഐ എന്താണ്, ജെ എന്താണെന്നുള്ളത്. അത് ഞാൻ എന്ത് ചെയ്യാം, പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം എന്താണ് ഐ, എന്താണ് ജെ എന്നുള്ളത്. ജസ്റ്റ് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ പറയാം, പ്രോബ്ലം ചെയ്യുമ്പോഴും പറയാം. ഐയും ജെയും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ഒരു ഞാനിപ്പോ ഇതിനെ നേരത്തെ അതിനെ പിടിക്കുകയാണ്, അതായത് 2 ഡയമെൻഷനിലാക്കാണ്. ഈ ഒരു എന്താണ് ക്യൂബിനെ 2 ഡയമെൻഷനിലാക്കാണ്. ഓക്കെ, ഇവിടെ 2 ഡയമെൻഷനിലാക്കി. ഓക്കെ, ഇതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ധാരാളം പാർട്ടുകൾ ആക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു. ഈ ഒരു ക്യൂബിനെ നമ്മൾ മുകളിൽ കൂടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാണുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ വരച്ചത്. അപ്പൊ എന്താ ചെയ്യില്ല, നമുക്ക് ഈ ഭാഗം ഒന്നും കാണൂല. അപ്പൊ ഇതെന്താണ്? ഒരു റെക്റ്റാങ്കിൾ ആണ്, ക്യൂബായിട്ട് നമ്മൾക്ക് കാണൂല. ഞാൻ നേരത്തെ പെട്ടിയെടുത്ത് കാണിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു 3 ഡയമെൻഷണൽ പിക്ചർ ഒന്നും വരക്കണ്ട, നേരെ ഇത് വരച്ചാൽ മതി. നിങ്ങൾ പക്ഷെ മനസ്സിലുണ്ടാവണം. ഓക്കെ, എങ്കിലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് എന്തായി, വ്യക്തമായി. ഇനി ഇത് നോക്കിയാണ്, ഇത് ഞാനിവിടെ 1, 2, 3 നമ്പർ ഇട്ടു. അതേപോലെ 1, 2, 3 നമ്പർ ഇട്ടു. ഈ ഒരു ഭാഗത്തുള്ള ഈ നമ്പറുകൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഐ. അതേപോലെ ഈ ഒരു ഭാഗത്ത് ഉള്ള നമ്പറുകൾ വിളിക്കുന്ന പേരാണ് ജെ. അപ്പൊ ഇനി ഞാൻ ഇവിടെ ഇത് 6 എന്ന് വിളിച്ചു, നമ്മൾ ഒരു ചെറിയൊരു പാർട്ട് നമ്മൾ 6 എന്ന് വിളിച്ചല്ലോ. ഓക്കെ, അപ്പൊ ഈ ഒരു 6 നമ്മൾ R11 എന്നാ വിളിക്കുക. ഇത് എക്സ് ആക്സിസ് ആണ്, ഇവിടെ എക്സ് ആക്സിസ് പോകുന്നുണ്ട്, ഇതിൽ കൂടെ വൈ ആക്സിസും പോകുന്നുണ്ട്. അപ്പൊ RIJ അല്ലെങ്കിൽ R11 അങ്ങനെയാണ് വിളിക്കുന്നത്. RI ഇതിന് നമ്മൾ എന്ത് വിളിക്കുന്നു? ഈ നമ്പറുകളെ ഐ എന്ന് വിളിക്കുന്നു, ഈ നമ്പറുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ജെ എന്ന് വിളിക്കുന്നു. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ RIJക്ക് പകരം R11 എഴുതാൻ പറ്റും. ഇനി രണ്ടാമത്തെ ആണെങ്കിലോ, രണ്ടാമത്തെ എന്താണ് ആറാണെന്നുണ്ട്. രണ്ടാമത്തെ ഒരു റെക്റ്റാങ്കിൾ ആണ് പരിഗണിക്കുന്നതെങ്കിൽ R ആദ്യം ഇത് പറയാം 2, പിന്നെ വൈ ആക്സിസ് പറയാം എന്താണ് 1, R21. അതേപോലെ ഇവിടെ R31. ഇവിടെ ആണെങ്കിലോ R12. ഫസ്റ്റ് എക്സ് ആക്സിസ് മൊത്തം പറയണം, പിന്നെ വൈ ആക്സിസ് മൊത്തം പറയണം. അതാണ് ഐയും ജെയും. ഇത് കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എന്തെയ്യില്ല, നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ ഒരുപാട് എണ്ണ എടുത്തതിരി അങ്ങനെ ഒരുപാട് എണ്ണ എടുക്കുന്നതിന് ഇന്റഗ്രേഷൻ എന്നാണ് പറയാ. ഓക്കെ, ഡബിൾ ഇന്റഗ്രേഷനൊക്കെ നമുക്ക് കടക്കാവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് റെയ്മാൻ സം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി റെയ്മാൻ സമ്മിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നേരെ f(a) × h പ്ലസ് f(a + h) പ്ലസ് എക്സെട്ര പറഞ്ഞിട്ട് പോയല്ലോ. അതിനൊക്കെയാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തത്. ഇവിടെ ഈ ഒരു ഇക്വേഷനിലാണ് എന്ത് ചെയ്യാനുള്ളത്,
ലിമിറ്റ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോഴാണ് അത് ഇന്റഗ്രേഷൻ ആവുക. അങ്ങനെയാണ് നമ്മൾ വോളിയം കണ്ടുപിടിക്കുക. നേരത്തെ അവിടെ ഏരിയ കണ്ടുപിടിച്ചത്, ഇവിടെ വോളിയം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ഒന്നെങ്കിൽ ഈ ഒരു വീഡിയോന്റെ ബാക്കിയായിട്ട് പ്രോബ്ലം ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പ്രോബ്ലം പ്രത്യേകം പറയാം. ഓക്കെ ഓക്കെ അടുത്ത അടിയും കൊടുത്തോളി. ഡബിൾ ഇന്റഗ്രേഷൻ ഓഫ് എഫ് ഓവർ എ റെക്ടാങ്കിൾ ആർ. അപ്പൊ നമ്മൾ ഇതുവരെ കേട്ട് പരിചയമുള്ള ടേമുകളാണ് ഒക്കെ. ഡബിൾ ഇന്റഗ്രേഷൻ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫംഗ്ഷൻ ആണ്. ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ചെയ്യുന്ന ഡബിൾ ഇന്റഗ്രേഷൻ എന്തിനാണ് ചെയ്യുന്നത്, വോളിയം കണ്ടുപിടിക്കാൻ. വേറെ അപ്ലിക്കേഷൻസ് ഉണ്ട്, നമുക്ക് പഠിക്കാനുള്ള വോളിയം കണ്ടുപിടിക്കാൻ. ഓക്കെ, ഓവർ എ റെക്ടാങ്കിൾ ആർ, ഒരു റെക്ടാങ്കിളിന്റെ മെത്താണ്. അപ്പൊ ഒറ്റ വേരിയബിൾ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു കെർവിന്റെ മെത്ത് വെച്ചിട്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. ഓക്കെ, ഡബിൾ ഇന്റഗ്രൽ ആണ്, രണ്ട് വേരിയബിൾസ് ഉണ്ട്. രണ്ട് വേരിയബിൾസ് ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും, അത് വോളിയം കണ്ടുപിടിക്കാനാവും. അപ്പൊ റെക്ടാങ്കിളിലാണ് നമ്മൾ വെച്ചിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. ഇനി ഈ ഒരു കാര്യം എഴുതിത്തോ. നമ്മളിപ്പോ റൈമാൻ സമ്മ് പറഞ്ഞു. ഇനി നമ്മൾ ഇന്റഗ്രേഷൻക്ക് കടക്കുകയാണ്. അതായത് നമ്മൾ ഫസ്റ്റത്തെ ടോപ്പിക്കിന് തന്നെ നമ്മൾ കർവിന് ഇങ്ങനെ വരച്ചു, അതിനെ ഡിഫറെന്റ് പാർട്ടുകളാക്കി. ഓക്കെ, അത് n വരെ പോകുന്നുണ്ട്. ഒരു പാർട്ട്, ഒന്നാമത്തെ പാർട്ട്, രണ്ടാമത്തെ പാർട്ട്, മൂന്നാമത്തെ n വരെ പോകുന്നുണ്ട്. ഇവിടെ രണ്ട് ആക്സിസ് ഉണ്ട്, എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. എക്സ് ആക്സിസ് കൂട്ടാണെങ്കിൽ i വരെ, അതായത് i ആണ് 1 2 3 4 അങ്ങനെ പോയിട്ട് m വരെയും, വൈ ആക്സിസ് കൂടാണെന്നുണ്ടെങ്കിൽ എന്താണ് n വരെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്യൂബ് ആയതുകൊണ്ടാണ്, 2 ഡയമെൻഷനൽ ആയിട്ടുള്ള വേരിയബിൾസ് എടുത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ട് ആ ഒരു വൈക്ക് അങ്ങനെ പോകുന്നത്. ഓക്കെ, ഡബിൾ ഇന്റഗ്രേഷൻ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഡെഫിനേഷൻ എഴുതണം. ലെറ്റ് എഫ് ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ്. അവരുടെ കാര്യത്തിന് 2 വേരിയബിൾ ഉണ്ട്, ഡിഫൈൻഡ് ഓൺ എ റെക്ടാങ്കിൾ. റെക്ടാങ്കിൾ മേലാണ് അത് ഡിഫൈൻ ചെയ്യുക. R എന്ന റെക്ടാങ്കിൾ ആണ്. ദ ഡബിൾ ഇന്റഗ്രൽ ഓഫ് എഫ് ഓവർ ആർ ഈസ്. അപ്പൊ ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡബിൾ ഇന്റഗ്രൽ എന്താന്ന് പറയാൻ പോകുന്നത്. എന്തിന്റെ മേലിലുള്ള, R എന്ന് പറയുന്ന ഒരു റെക്ടാങ്കിളിന്റെ മേലിലുള്ള. ആ റെക്ടാങ്കിൾ എങ്ങനെ കിട്ടിയത്, ഒരു ഫംഗ്ഷന്റെ ഭാഗമായിട്ട് വരുന്ന റെക്ടാങ്കിൾ ആണ്. നേരത്തെ ഒരു കർവ് ആയിരുന്നു, ആ കർവ് ഒരു ഫംഗ്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന കർവാണ്. എക്സ് സ്ക്വയർ ആണെങ്കിൽ യു ഷേപ്പിൽ, അതേപോലെ എക്സ് ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഷേപ്പ്. നമ്മൾ ഷേപ്പുകളൊക്കെ പഠിച്ചതാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ക്യൂബ് പഠിക്കുക. അത് ക്യൂബ് തന്നെ ആയിക്കോണമെന്നില്ല. ഇപ്പൊ അതിന്റെ നമ്മൾ എക്സ് ഐ ജെ സ്റ്റാർ, അതേപോലെ വൈ ഐ ജെ സ്റ്റാർ, ആ പോയിന്റുകൾ മാറുന്നതിനനുസരിച്ച് നമ്മളിപ്പോൾ ഒറ്റ പോയിന്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരുപാട് ഇതേപോലത്തെ പോയിന്റ്സ് ഉണ്ടാവില്ലേ, ആ പോയിന്റ്സിനൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കും നിൽക്കുക, സ്പേസിൽ വ്യത്യസ്ത സ്ഥലങ്ങളായിട്ട് നിൽക്കുക. അതിനനുസരിച്ച് എന്ത് ചെയ്യും, ആ ക്യൂബിന്റെ മുകളിലുള്ള സർഫസ് എന്ത് ചെയ്യും, ഫ്ലോട്ട് പോവാ. അതായത് ഒരു പേപ്പർ ഇങ്ങനെ മടക്കുന്ന രീതിയിൽ ഏത് ഷേപ്പ് വേണമെങ്കിൽ നിൽക്കുക. ചിലപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ എങ്ങനെ വേണമെങ്കിൽ നിൽക്കുക. അതിന് ഓരോ ഹൈറ്റ് എത്രത്തോളം വ്യത്യാസപ്പെടുന്നു അതിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യും, ആ ഓരോ പോയിന്റുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരിക്കലും ക്യൂബ് പോലെ അല്ല നിൽക്കുക. ഇപ്പൊ നമ്മളിപ്പം ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു, ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചിട്ട് നമ്മളെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലൈനാണ് കിട്ടുക അല്ലെ. അല്ലാത്ത ഫംഗ്ഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ഫ്ലോട്ട് ആയിട്ടുള്ളതാണ് കിട്ടുക. ഇത് എന്താണ് 2 ഡയമെൻഷനൽ ആയിട്ടുള്ള എക്സ് ആക്സിസും അതേപോലെ തന്നെ വൈ ആക്സിസിന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ എന്താണ് വേറെ ഹയർ ഡയമെൻഷനിക്ക് പോകുമ്പോൾ അതിന്റെ മുകളിലുള്ളത് വരച്ച് റെഡി ആവുമെന്ന് അറിയില്ല, എവിടേക്കോ കൊളായിക്കുന്നത്. ഓക്കെ, എന്നാലും ഏകദേശം അങ്ങനെ മുകളിൽ ഈ ഭാഗം എന്താണ് ഫ്ലോട്ട് ആയി നിൽക്കുകയാണ് ചെയ്യുക. എപ്പോഴും ക്യൂബ് കിട്ടണം എന്നില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ അതടക്കട്ടെ. ഇനി ഇവിടെ ഐ ആണ്. ഞാൻ നേരത്തെ ഇക്വേഷൻ നേരെ ഇവിടെ എഴുതിയെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എന്താണ് 9 പാർട്ടുകളാക്കിയിട്ടേ ഉള്ളൂ. 9 പാർട്ടുകളാക്കി അവിടെ വെച്ചു. റൈമാൻ സമ്മാണെന്ന് പറഞ്ഞവിടെ വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് ഈ ഒരു ഇക്വേഷന് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഓക്കെ, ലിമിറ്റ് എയിമിലൊക്കെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. നേരത്തെ നമ്മൾ എന്നിലാണ് ലിമിറ്റ് അപ്ലൈ ചെയ്തത്. n എന്താണ് ഇൻഫിനിറ്റി വരെ പോകും. ഇൻഫിനിറ്റി ആകുമ്പോൾ h 0 ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് ഇവിടെ എമ്മും അതേപോലെ തന്നെ n നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫിനിറ്റിക്ക് ടെൻഡ് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ നമ്പർ ഓഫ് ക്യൂബുകളുടെ എണ്ണം കൂടും. നമ്മൾ പാർട്ടുകളാക്കിയ നമ്പർ ഓഫ് ക്യൂബുകളുടെ എണ്ണം കൂടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അങ്ങനെയുള്ള പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, ഡബിൾ ഇന്റഗ്രൽ ഓവർ റെക്ടാങ്കിൾ ആർ. ആ അടിയിൽ എഴുതിയത് ഓവർ റെക്ടാങ്കിൾ ആർ എന്താണ്, എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു ഡബിൾ ഇന്റഗ്രലിനെ നമ്മൾ സൂചിപ്പിക്കുക. ഓക്കെ,
സിംഗിൾ ഇന്റഗ്രൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഒറ്റ ഒരു കാര്യം മാത്രം. ഇവിടെ എന്താണ് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് വൈ ഡി എക്സ് ഒറ്റൊരു ഇന്റഗ്രൽ മാത്രം. പക്ഷെ നേരെ ഇതിമക്ക് വരുമ്പോൾ ഇതെന്താണ് ഡബിൾ ഇന്റഗ്രൽ ആണ്. അതെന്ത് ചെയ്യും 3 ഡയമെൻഷനൊക്കെ പോവും. അപ്പൊ എന്താണ് ഡബിൾ ഇന്റഗ്രൽ ഓവർ റെക്ടാങ്കിൾ ആർ എന്നാണ് ഇങ്ങനെ പറയാ. എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എക്സ് ഡി വൈ എന്നാണ് അതിനെന്ത് ചെയ്യാ പറയല്. ഓക്കെ, അപ്പൊ അതാണ് ഡബിൾ ഇന്റഗ്രൽ. ഈ കാര്യം എന്ത് ചെയ്യണം നിങ്ങൾ എന്ത് നോട്ട് ചെയ്യണം. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയത്. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ഒരു നമ്പർ ഓഫ് ക്യൂബുകളുടെ എണ്ണം കൂടും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ഇവിടെ അത്ര ആക്യുറേഷന് ഇല്ല. നമ്മൾ ഇനി വീണ്ടും ഡബിൾ ഇന്റഗ്രൽ നമ്മൾ ഒന്നുകൂടി ആക്യുറേറ്റ് ആക്കും. ഇതും ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനുണ്ട്, ഡബിൾ ഇന്റഗ്രൽ വെച്ചിട്ട് ചെയ്യാണ്ട്, അതേപോലെ റീമാൻ സം വെച്ചിട്ട് ചെയ്യാണ്ട്. ഓരോ പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. റീമാൻ സം വെച്ചിട്ട് അത്ര പ്രോബ്ലംസ് ചെയ്യാല്ലെങ്കിലും ഡബിൾ ഇന്റഗ്രലിന്റെ ഒരുപാട് ചെയ്യാനുണ്ട് പ്രോബ്ലംസ്. ഓക്കെ, അപ്പം തിയറി മാത്രം. ഇപ്പൊ തന്നെ വീഡിയോ കുറെ ലെങ്ത് ആയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. നമ്പർ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതിയിടാം. നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ആക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതായത് കോസ്മിക് നോട്ട്ബുക്ക് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു.